മിറാക്കിൾ മേക്കേഴ്സ്. ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ചോദിച്ചൊരു സംശയമാണ്, ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്താണ് ചിലർക്ക് വർക്ക് ചെയ്യാത്തത്? ശരിയാണ്, നമ്മൾ നോക്കുമ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അവർക്കതിനൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്, അവരുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ആകുന്നുണ്ട്. ചില ആളുകളാണെങ്കിൽ ഒരുപാട് നാൾ, വീക്സ് അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങളൊക്കെ ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സുകളും മെത്തേഡ്സുകളും ഒക്കെ ഒരുപാട് മാറി 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 ചെയ്തിട്ടും അവർക്ക് റിസൾട്ടൊന്നും കിട്ടാറില്ല, അല്ലെങ്കിൽ അവർക്ക് റിസൾട്ട് വളരെ പതിയെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അവൾ എന്നോട് ചോദിച്ചു. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണോ? നിങ്ങൾക്കും റിസൾട്ടുകൾ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾക്ക് റിസൾട്ട് ലേറ്റാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹീലിംഗ് കറക്റ്റായിട്ടല്ല. ഞാൻ എൻ്റെ മിക്കവാറും ഉള്ള എല്ലാ വീഡിയോയ്ക്കകത്തും പറയാറുണ്ട്, ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അത് കേട്ട് കേട്ട് നിങ്ങൾക്ക് മടുത്തിരിക്കാം, പക്ഷേ ഹീലിംഗ് അത്രയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷനിലും നമ്മളുടെ ജീവിതം സക്സസ്ഫുൾ ആക്കുന്നതിനും. നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും, നമ്മൾ എന്തൊക്കെ ടെക്നിക്കുകളും മെത്തേഡുകളും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ചെയ്താലും, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമ്മളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റികളെ ക്ലിയർ ഔട്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്താലും അതിനൊക്കെ ഒരു ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. കണ്ടിട്ടില്ലേ, പല ആളുകളും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്, അവരുടെ ജീവിതം പക്ഷേ സക്സസ്ഫുൾ അല്ല. അവർക്ക് മണി വരവിന് വളരെയധികം ബ്ലോക്കുകൾ ഉണ്ടാകുന്നുണ്ട്, റിലേഷൻഷിപ്പിനകത്ത് ബ്ലോക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷനെ കുറ്റം പറയും, അല്ലേ? ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ 369 ചെയ്തു, 555 ചെയ്തു, അല്ലെങ്കിൽ ഇന്ന ടെക്നിക്കുകൾ ചെയ്തു, ഇതൊന്നും എഫക്റ്റ് ആകുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഹീലായിട്ടില്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് ഹീലായിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങളും തിക്താനുഭവങ്ങളും നിങ്ങൾ മറന്നിരിക്കാം, പക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാതെ വരുന്നതോ അല്ലെങ്കിൽ ലേറ്റ് ആവുകയോ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ല, നിങ്ങളൊരു വളരെയധികം ഒരു റിപ്പീറ്റഡ് മൂഡ് വരും. അതായത് കുറച്ച് നാളൊരു ഹാപ്പി ആയിരിക്കും, പക്ഷേ അതിനൊരു എൻഡ് റിസൾട്ട് വരില്ല. പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളായിരിക്കും വരുന്നത്. അതിനൊക്കെ കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഓരോ ബ്ലോക്കുകളും ചില സമയത്ത് ട്രിഗർ ആകുന്നതാണ്. നമ്മൾ എത്ര തന്നെ പല കാര്യങ്ങളും നമ്മൾ മറന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഹീലിംഗ് ചെയ്യണമെന്ന് പറയുമ്പോഴും നിങ്ങൾ ആലോചിക്കുമ്പം നിങ്ങളുടെ ലൈഫിൽ നടന്ന പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയിൽ പോലും കാണില്ല. പക്ഷേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്തുണ്ടത്. നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ, ചില വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇറിറ്റേറ്റ് ആകുന്നത്? കാരണം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ ട്രിഗർ ആകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ട്രിഗർ ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പിന്നെ കുറേ നാളത്തേക്ക് വളരെയധികം മോശം ഒരു സമയമായിരിക്കും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓക്കെ ആവും, നിങ്ങളെല്ലാം സെറ്റായി എന്ന് തോന്നും. പക്ഷെ പെട്ടെന്ന് ജീവിതത്തിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ അത് പിന്നെ ട്രിഗർ ആവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കാരണം അറിയില്ല, എന്താണ് നിങ്ങളുടെ ഒരു കാരണം, ഇതിൻ്റെ പിറകിലെ കാരണമെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ടും ഒരു ഹീലിങ്ങിന് വിധേയമാകേണ്ടതായുണ്ട്. അതായത് ഒരു ഹീലിംഗ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നതിൻ്റെ ഒരു സൈനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് സ്വയമായിട്ട് ചെയ്യാനുള്ള ഹീലിംഗ് മെത്തേഡ്സുകൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന റീസൺസ് നിങ്ങൾക്ക് കണ്ടെത്തി അതിനെ ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ആവശ്യമുണ്ട്. ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഹീലിംഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ ചക്ര ഹീലിംഗും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് അത്യാവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെയൊരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ വളരെ വിജയത്തിലേക്ക് കൊണ്ടുപോകണം, സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് വേണം, ഈ 2025 തൊട്ട് നിങ്ങളുടെ ലൈഫ് ഒരു സക്സസ് ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഹീലിംഗ് സെഷൻസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ലൈഫിലെ ഈ സിറ്റുവേഷൻ മാറ്റാൻ ഉറപ്പായും ഹീലിംഗ് കൊണ്ട് നടക്കും. ചിലപ്പോൾ മാസങ്ങളായിട്ട്
ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം, പല പല മെൻറ്റേഴ്സിൻ്റെ കൂടെ നിങ്ങൾ ട്രെയിനിങ് അല്ലെങ്കിൽ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ഫലം തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹീലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം തനിയെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഹീലിംഗ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.